പ്രേക്ഷകരെ, ചോദ്യപേപ്പർ ചോർന്നു എന്ന പരാതിക്ക് പിന്നാലെ 24 ലക്ഷം കുട്ടികൾ എഴുതിയ നീറ്റ് പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്നലെയാണ് റദ്ദാക്കിയത്. നീറ്റ് പരീക്ഷ കുറ്റമറ്റ രീതിയിൽ എങ്ങനെ നടത്താമെന്നതിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് NTA. നിർഭാഗ്യവശാൽ ഈ പരീക്ഷകളൊന്നും വിജയിക്കുന്ന ലക്ഷണമേയില്ല. 2013 ആദ്യ പരീക്ഷ നടന്നത് മുതൽ തർക്കങ്ങളും വ്യവഹാരങ്ങളും അനിശ്ചിതത്വവുമാണ്. അത് ഇപ്പോഴും തുടരുകയുമാണ്. എല്ലാം കഴിഞ്ഞ് തുടർച്ചയായ വർഷങ്ങളിൽ വിവാദങ്ങളും നടക്കുന്നു. 2024 നീറ്റ് പരീക്ഷാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിവാദങ്ങൾക്കാണ് ഈ രാജ്യം സാക്ഷിയായത്. വഴിവിട്ട രീതിയിൽ ഗ്രേസ് മാർക്ക് അടക്കം നൽകിയതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നതോടെ 1563 പേർക്കാണ് പുനഃപരീക്ഷ നടത്താൻ സുപ്രീം കോടതി അന്ന് ഉത്തരവിട്ടത്. ഇത്തവണത്തേത് വളരെ കൃത്യമായ ചോദ്യപേപ്പർ ചോർച്ച തന്നെയാണ്. കൊട്ടിഘോഷിച്ച് ഫുൾ പ്രൂഫാക്കാൻ നിബന്ധനകളൊക്കെ അടിച്ചേൽപ്പിക്കുന്ന NTA-ക്ക് എന്തുകൊണ്ടാണ് അതിനുവേണ്ട സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ വിഷയം തന്നെ ഇന്ന് ലീഡേഴ്സ് മോർണിംഗും ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നു. നമുക്കൊപ്പം അതിഥിയായിട്ടുള്ളത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവാണ്. സഞ്ജീവ് നമുക്കൊപ്പം തത്സമയം ചേരും. സഞ്ജീവ്, ഗുഡ് മോർണിംഗ്, സ്വാഗതം. ഹലോ മലയാളത്തിലേക്ക്. വെരി ഗുഡ് മോർണിംഗ്, താങ്ക് യു. സഞ്ജീവ, ഞാനിപ്പം ഈ തുടക്കത്തിൽ ഒരു ആമുഖമായി പറഞ്ഞു തന്നെയാണ് എനിക്ക് സഞ്ജീവിനോടും ചോദിക്കാനുള്ളത്. കാരണം ഇത് 24 ലക്ഷം വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്, അവരുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. നോക്ക്, നമ്മളിപ്പം സാധാരണ ഒരു പരീക്ഷ എഴുതുന്ന പോലെ വളരെ ഈസി ആയിട്ട് പോയി എഴുതാൻ പറ്റുന്ന ഒന്നല്ല ഈ നീറ്റ് പരീക്ഷയൊക്കെ. നമ്മൾ സ്കൂൾ ക്ലാസ് മുതലേ അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങും. ഒരു കുട്ടി അതിൻ്റെ 10-14 വയസ്സിൽ തൊട്ട് തുടങ്ങുന്ന ഒരു പ്രിപ്പറേഷനാണ് പിന്നീട് ഈ പരീക്ഷ വരെ. അതായത് ഒരു 4-5 വർഷം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു കുട്ടി നിൽക്കണം. എന്നിട്ടാണ് ആ പരീക്ഷാ ഹാളിൽ പോയിരുന്ന് പരീക്ഷ എഴുതുന്നത്. ഈ പരീക്ഷകൾ എഴുതിയതിന് ശേഷം അത് തുടർച്ചയായിട്ട് പല കാരണങ്ങൾ പറഞ്ഞങ്ങ് റദ്ദാക്കുകയാണ്. വേറെ ഒരു ആലോചനയും കാര്യങ്ങളും ഒന്നുമില്ല. അതേ കുട്ടികളുടെ ഭാവി നോക്കാതെ അതിനെയെല്ലാം ഒരൊറ്റ വഴിക്കങ്ങ് റദ്ദാക്കുകയാണ്. എന്തുകൊണ്ടാവും സഞ്ജീവ് ഈ NTA ഇത്രയും പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടും ഈ പരീക്ഷ, നീറ്റ് പരീക്ഷയെ നീറ്റാക്കി നടത്താൻ NTA-ക്ക് കഴിയാത്തത്? എന്താണ് സഞ്ജീവിന് തോന്നുന്നത്? പ്രധാനപ്പെട്ട കാരണം രാജ്യത്തെ സർക്കാരിൻ്റെ പിടിപ്പുകേട് ഒന്നതിൽ പ്രാധാന്യമായിട്ടുണ്ട്. അതവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. അതോടൊപ്പം തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷകൾ ഇന്ന് നടത്തുന്നത് സ്വകാര്യ ഏജൻസിയാണ്. സ്വകാര്യ ഏജൻസികൾ എന്ന് പറയുമ്പോൾ ഈ കോച്ചിങ് സെൻറ്ററുകളെ പണം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിൽ പരസ്പരം മാഫിയകളായി കൈകാര്യം ചെയ്യുന്ന സ്വകാര്യ ഏജൻസികളുടെ വഴിയാണ് ഈ ചോദ്യപേപ്പറുകൾ ചോരുന്നത്. അപ്പോൾ പരീക്ഷ നടത്തുന്നവർ തന്നെയാണ് ചോദ്യപേപ്പർ ചോർത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു ഗുരുതരമായ പ്രശ്നം നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വളരെ ഗൗരവത്തോടു കൂടി രാജ്യത്തെ മെഡിക്കൽ എൻട്രൻസിൻ്റെ ഭാഗമായി എഴുതുന്ന പരീക്ഷ നടത്തുന്നവർക്ക് തന്നെ അതിനെ തകർക്കാൻ ആവശ്യകരമായിട്ടുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പ്രശ്നം നിലനിൽക്കുന്നത്. ഒന്ന്, മുന്നേ ഇത് നടത്തിയിരുന്നത് CBSE ആണ്. അതോടൊപ്പം സംസ്ഥാന സർക്കാരുകളാണ് ഈ പറഞ്ഞ പരീക്ഷ കൃത്യമായി നടത്താറ്. അതിൽ അപ്പോഴൊന്നും വലിയ വീഴ്ചകൾ ഉണ്ടാവാറില്ല. ആ ഘട്ടത്തിലൊന്നും ഇങ്ങനെയുള്ള ചോദ്യപേപ്പർ ചോർച്ചകൾ സംസ്ഥാനങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന്, SFIക്ക് പറയാനുള്ളത് NTA പിരിച്ചുവിട്ട് ഉടനടി തിരികെ സർക്കാരിലേക്ക് അത് കൈമാറാനും, അതോടൊപ്പം ഇപ്പോൾ CBI ആണ് ഈ കേസൊക്കെ അന്വേഷിക്കുന്നത്. CBIയുടെ അന്വേഷണം അത്ര വിശ്വാസയോഗ്യമല്ല, പ്രത്യേകിച്ച് ഇന്നത്തെ CBIയുടെ അന്വേഷണം വിശ്വാസയോഗ്യമല്ല. അതൊരു ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോകണമെന്നും ഇതിനി ആവർത്തിക്കാത്ത വിധത്തിൽ, കാരണം മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് 4ാമത്തെ തവണയാണ് നീറ്റ് പരീക്ഷ തന്നെ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷാ സംവിധാനം. 2024 വിവാദം, അന്ന് ജാർഖണ്ഡിൽ അടക്കം വലിയ അന്വേഷണം നടക്കുന്നു, ഉദ്യോഗസ്ഥ മാറ്റം നടക്കുന്നു. അതിന് പിന്നാലെ മുൻ ISRO മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു സമിതിയെ രൂപീകരിക്കുന്നു. ഇതെല്ലാം ചെയ്ത ശേഷവും ചോദ്യപേപ്പർ ചോർച്ചയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് വമ്പൻ നിരാശയില്ലേ സഞ്ജീവ്? ഇതിപ്പം ആവർത്തിക്കുകയാണ്. നമ്മളിപ്പം പറയുന്ന പോലെ 2016, 2021, 2024, 2026 തുടർച്ചയായിട്ട് ഇത് തന്നെയാണ്. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചൊരു പന്താട്ടം നടത്തുന്ന പോലെ. നമ്മൾ യോഗ്യതാ പരീക്ഷയും പ്രവേശന പരീക്ഷയും വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്ത് നമ്മളെല്ലാവരും, ഞാനും അങ്ങും ഉൾപ്പെടെയുള്ളവരൊക്കെ വ്യത്യസ്ത പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. ഒരു വർഷക്കാലത്തെ അല്ലെങ്കിൽ ഒരു വലിയ നീണ്ട ടേമിൽ നമ്മുടെ അധ്വാനവും കഠിനാധ്വാനത്തിൻ്റെ ഒക്കെ തുടർച്ചയുടെ ഫലമാണ്, പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മുടെ പരീക്ഷാ വിജയവും അതിനെ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ, അക്കാദമിക് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും തുടർച്ചയിലുള്ള മുന്നോട്ട് പോകും. ഇപ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ഈ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? റിപ്പീറ്റേഴ്സും റീറിപ്പീറ്റേഴ്സും
എഡ്യൂക്കേറ്റേഴ്സും 2-3 വർഷം ചെലവഴിച്ച് ഇതിനായി കഠിനാധ്വാനം ചെയ്യുന്ന, രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് ഉറക്കൊഴിഞ്ഞ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ് ഒറ്റ നിമിഷം കൊണ്ട് ഇവർ റദ്ദാക്കി കളഞ്ഞത്. അപ്പോൾ ഇവരുടെ എഫേർട്ടിന്, ഇവരുടെ കഠിനാധ്വാനത്തിന് അതിനുള്ള വില, ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഫീസ് ഇനി അടക്കേണ്ടതില്ല, ഒന്നും കൂടി പരീക്ഷ എഴുതാൻ ഫീസ് അടക്കേണ്ടതില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് വന്നിട്ടുള്ള, അത് ഇൻകർ ചെയ്തിട്ടുള്ള ഒരു വലിയ ചിലവുണ്ട്. കോച്ചിങ് സെൻ്ററുകൾ ചേർന്ന് തൻ്റെ വീടും കുടുംബത്തെയും ഒക്കെയും മാറ്റി നിർത്തി കോച്ചിങ് സെൻ്റർ റെസിഡൻഷ്യലായി പോയിരുന്ന് പഠിച്ച് മണിക്കൂറുകളും ദിവസം 12-16 മണിക്കൂർ ഇതിനായി ചെലവഴിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഒരു വിദ്യാർത്ഥി നീറ്റ് പരീക്ഷ വന്ന് എഴുതുന്നത്. ആ വിദ്യാർത്ഥിയോട് ഈ പ്രോസസ്സ് വീണ്ടും ഉടനടി ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന ദിവസം വന്ന് വീണ്ടും എഴുതണം, ഞങ്ങളെ ഭാഗത്തു നിന്ന് ചോദ്യപേപ്പർ നഷ്ടപ്പെട്ടു, അതിൻ്റെ ഭാഗമായി പരീക്ഷ റദ്ദാക്കുകയാണെന്ന് പറയുന്നതിൽ എന്ത് ശരിയാണുള്ളത്, എന്ത് യുക്തിയാണുള്ളത്, എന്ത് മനോധർമ്മമാണ് ഇവർ വെച്ച് പുലർത്തുന്നത്? അതോടൊപ്പം തന്നെ ഇതേ കേന്ദ്ര സർക്കാരാണ് കഴിഞ്ഞ ഈ പരീക്ഷ നടക്കുന്ന സമയത്ത് രാജ്യത്തെ മുഴുവൻ MBBS കോളേജുകളിലേക്കും മെഡിക്കൽ കോളേജുകളിലേക്കും ഒരു സർക്കുലർ അയച്ചത്. അന്ന് ഈ ശനി ഞായർ ദിവസങ്ങളിലാണ് ഈ പരീക്ഷ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാൽ പ്രാക്ടീസസ് തടയുന്നതിൻ്റെ ഭാഗമായി MBBS വിദ്യാർത്ഥികൾക്ക് ക്ലാസ് വെച്ചുകൊണ്ടായിരുന്നു അന്ന് ഇവർ ഒരു ഓർഡർ ഇറക്കിയത്. അന്ന് SFI അതിനെതിരെ സമരം ചെയ്തു. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? വിദ്യാർത്ഥികളല്ല, MBBS വിദ്യാർത്ഥികളല്ല മാൽ പ്രാക്ടീസസിൽ ഇറങ്ങിയത്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുത്തത് എന്ന് തെളിയിക്കുന്ന ദിവസങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. പരീക്ഷാ സമ്മർദ്ദം മാറ്റാൻ പരീക്ഷാ പേ ചർച്ച നടത്തുന്ന പ്രധാനമന്ത്രിയുള്ള ഒരു രാജ്യത്താണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളൊക്കെ രാജ്യത്തെ തിരിച്ചു കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ വിഷയത്തെ അങ്ങുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ കരിയായിരിക്കും. ഇന്ത്യൻ വിപണി, ഇന്ത്യൻ ഡോളർ കറൻസി, ഇന്ത്യ ഡോളർ കറൻസികളൊക്കെ വിപണി ഇടിഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നതുകൊണ്ട് അദ്ദേഹം തന്നെ നടത്തുന്ന പ്രസ്താവനകൾ അദ്ദേഹത്തെ തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആദ്യം വിദ്യാർത്ഥികളോട് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് NTA പിരിച്ചുവിടുകയാണ് വേണ്ടത്. അതോടൊപ്പം ഇനിയും ഈ MHRD മിനിസ്ട്രി, പ്രത്യേകിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ നേതൃത്വം കൊടുക്കുന്ന MHRD മിനിസ്ട്രിക്ക് രാജ്യത്തെ ഒരു പ്രവേശന പരീക്ഷയും കൃത്യമായി നടത്താൻ കഴിയുന്നില്ല എന്ന് ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അടിയന്തരമായി MHRD മിനിസ്ട്രിയെ മാറ്റി കുറ്റമറ്റ നിലയിൽ ഈ പരീക്ഷ നടത്താനുള്ള ഇടപെടലാണ്. എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം PR എക്സസൈസ് അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്തം കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം കാണിക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് അതുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എത്ര തവണയായി ഇത് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നു, എത്ര തവണയായി ഇതേ ബുദ്ധിമുട്ട് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നു. ഇതൊന്നും അദ്ദേഹം കാണുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് കണ്ടതായി ഭാവിക്കുന്നില്ല എന്നുള്ളതാണ് ഭവിക്കാത്തതാണെന്ന് തോന്നുന്നു. കാരണം ഈ വിഷയം, ഇത് രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, 10-24 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയം, ഇത്രയും വലിയൊരു വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയോട് പ്രതികരണം ചോദിക്കുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാന് മൗനമാണ്, അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. സഞ്ജീവ്, ഇതിപ്പം ഈ ഒരു വിഷയം, ഇതിപ്പോൾ നമുക്ക് 2024 വിഷയം, അത് സുപ്രീം കോടതി അടക്കം ഇടപെട്ട വലിയ ചർച്ചയായ വിഷയമാണ്. ഗ്രേസ് മാർക്കൊക്കെ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയായൊരു വിഷയമാണ്. ഇനി 2026 ഇത് ആവർത്തിച്ചു, അത് ചർച്ചയാകാൻ പാടില്ല എന്ന് കരുതിയാകുമോ ഈ പരീക്ഷ പെട്ടെന്ന് അങ്ങ് ക്യാൻസൽ ചെയ്തത്? പരീക്ഷാ തട്ടിപ്പിലെ ചോദ്യങ്ങളോട് ഇപ്പോഴും കേന്ദ്രം ഈ CBI അന്വേഷണത്തിലേക്ക് വിടുന്നതല്ലാതെ പ്രതികരണങ്ങൾക്ക് മുതിരാത്തത്? ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു 1-2 മണിക്കൂറിനുള്ളിൽ ഞങ്ങളൊക്കെ വാർത്തകൾ അറിഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ പരീക്ഷ റദ്ദാക്കിയിരുന്നു. ഈ രീതി തന്നെയാണ് പലപ്പോഴും ഇവർ അവലംബിക്കാറ്. അതിനകത്ത് നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. കഴിഞ്ഞ തവണ നെറ്റ് പരീക്ഷയും സമാനമായിട്ടാണ് ഉടനടി റദ്ദാക്കി വീണ്ടും എക്സാം നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ പ്രതിഷേധത്തെയും അതിനെ തുടർന്നുണ്ടാവുന്ന വൻതോതിലുള്ള ജനരോഷവും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിട്ടാണ് കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ ഇപ്പോഴും അഭിസംബോധന ചെയ്യാൻ ഇവർ തയ്യാറല്ല എന്നുള്ളതാണ്. NTA ഇന്ന് നടത്തുന്ന പരീക്ഷകൾ, NTA സുരക്ഷാ സംവിധാനങ്ങൾ, NTA സ്വകാര്യ സംവിധാനത്തിൻ്റെ ഭാഗമായി സ്വകാര്യ ഏജൻസിയെ NTA പരീക്ഷ നടത്താൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സംവിധാനത്തിന് കുറ്റമറ്റ നിലയിൽ ഈ പരീക്ഷ നടത്താൻ കഴിയില്ല എന്ന് ഇതിനോടകം തന്നെ രാജ്യത്തെ കേന്ദ്ര സർക്കാരിനറിയാം, MHRD മിനിസ്ട്രിക്കറിയാം, പ്രധാനമന്ത്രിക്കറിയാം. എന്നിട്ടും എന്തുകൊണ്ട് ഇത് തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഈ പറഞ്ഞ
ഈ നിലയിൽ മാഫിയ സംഘങ്ങളായി രാജ്യത്തെമ്പാടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്വകാര്യ കോച്ചിങ് ഏജൻസികൾ അത് ആരുടെ ഓണർഷിപ്പിലാണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ആ ഓണർഷിപ്പിലേക്ക് എത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ BJPയുടെ ഇൻട്രസ്റ്റ് കാണാൻ കഴിയും, സംഘപരിവാർ ഇൻട്രസ്റ്റ് കാണാൻ കഴിയും, MHRD മിനിസ്ട്രിയുടെ ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനൊന്നും മാറ്റാൻ തയ്യാറല്ല. ഒരു CBI അന്വേഷണവും പ്രഖ്യാപിച്ച് പുതിയ പരീക്ഷ നടത്തുമെന്ന് പ്രഖ്യാപിച്ചാൽ ഇതൊക്കെ അവസാനിച്ചു എന്നാണ് ഇവർ കരുതുന്നത്. ഇത് ശരിയല്ല. NTA പിരിച്ചുവിടപ്പെടണം. അതോടൊപ്പം തന്നെ കുറ്റമറ്റ നിലയിൽ പരീക്ഷ നടക്കണം. തിരികെ സംസ്ഥാനങ്ങളിലേക്ക് ഇതിൻ്റെ പരീക്ഷ നടത്താനുള്ള അനുവാദം നൽകണം. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ സംസ്ഥാനത്തെ തന്നെ എൻട്രൻസ് കമ്മീഷണറേറ്റ് ആയിട്ടുള്ള അരുണസ് IASന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. സമാനമായി ഇത്തരം ഒരു പരീക്ഷ രാജ്യത്തെ സർക്കാരിന് നടത്താൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരുകൾക്ക് തിരികെ സംസ്ഥാനങ്ങൾക്ക് ഇത് തിരികെ നൽകുന്നതാണ് എന്തുകൊണ്ടും ഉചിതമെന്ന് നമ്മുടെ ഒരു എൻട്രൻസ് കമ്മീഷണറേറ്റ് തന്നെ വന്ന് പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻട്രൻസ് കമ്മീഷണർ പോലുള്ള ആളുകൾ അതിൻ്റെ വിദഗ്ധ ഭാഗമായി പഠിച്ചും അതിൽ അനലൈസ് ചെയ്തും കാര്യങ്ങൾ അഭിപ്രായപ്പെടുന്ന ആളുകൾ തന്നെ അത് പറയുമ്പോൾ രാജ്യത്തെ സർക്കാർ ഇത് മുഖവിലക്കെടുക്കുമോ എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. എല്ലാം സെൻട്രലൈസ് ചെയ്യാൻ, എല്ലാം കേന്ദ്രീകരിച്ച് മുഴുവൻ സംഘപരിവാർ വൽക്കരണത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന് ഈ വികേന്ദ്രീകൃത ജനാധിപത്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിൽ ഒരർത്ഥവും ഇല്ലെന്നറിയാം. എന്നിരുന്നാലും രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങൾക്കനുസരിച്ച്, രാജ്യത്തിൻ്റെ ഭരണഘടനക്കനുസരിച്ച് ഇതിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി എന്ന നിലയിൽ നീറ്റ് പരീക്ഷയും ഇത്തരത്തിലുള്ള പ്രവേശന പരീക്ഷകളും തീർച്ചയായും സംസ്ഥാനങ്ങളുടെ കീഴിലേക്ക് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസം എന്ന നിലയിൽ എത്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ എൻട്രൻസ് പരീക്ഷ വളരെ സസൂക്ഷ്മം നല്ല നിലയിൽ തന്നെ നടത്തി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കണം എന്നുള്ളതാണ് SFIക്ക് അതിൻ്റെ ഭാഗമായി പറയാനുള്ളത്. സഞ്ജീവ്, ഇതിപ്പം ഈ വിഷയത്തിൽ CBI അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ഗൂഢാലോചനയുടെ തുടക്കം അത് നാസിക്കിൽ നിന്ന് പിന്നീട് അത് രാജസ്ഥാനിലേക്ക് പോകുന്നു, ഹരിയാനയിലേക്ക് പോകുന്നു, തെലങ്കാന പോകുന്നു, ഡൽഹി, രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെയും ഈ ചോദ്യപേപ്പർ എത്തി. അതായത് വളരെ ആസൂത്രിതമായിട്ട് പരീക്ഷാ പേപ്പർ ചോർത്തി രാജ്യത്താകെ മാതൃകാ ചോദ്യം എന്ന രീതിയിൽ അത് വിദ്യാർത്ഥികൾക്ക് വലിയ വിലയിൽ വിറ്റ് അത് യഥാർത്ഥ ചോദ്യപേപ്പറിലേക്ക് വരുന്ന രീതിയിലേക്ക് മാറ്റി ഒരു വമ്പൻ തട്ടിപ്പ് നടന്നു എന്നാണ് ഈ വിഷയം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. രാജ്യത്താകമാൻ നടന്ന ഈ വമ്പൻ തട്ടിപ്പാണ് ഇതെന്ന് കേസിൻ്റെ പോക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുമുണ്ട്. സഞ്ജീവ്, ഇപ്പം ഈ വിഷയം SFI കാര്യമായിട്ട് പഠിച്ചിരിക്കണം. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? എന്താണ് ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട്? ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് പ്രീ എക്സാംസിന് മുമ്പ് കൊടുക്കുന്ന, വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന നിലയിൽ നൽകിയിട്ടുള്ള അതേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് ഇത് ഓൺലൈനിൽ ലീക്കായി പിന്നീട് വ്യത്യസ്ത ആളുകളിലേക്ക് ടെലഗ്രാം വഴി ഓൺലൈനിൽ ലീക്കായതിനെ തുടർന്നാണ് ഈ വിഷയം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് തീർച്ചയായും NTA എക്സാംസ് നടത്തുന്ന സ്വകാര്യ ഏജൻസികളുണ്ട്. ആ സ്വകാര്യ ഏജൻസികളുടെ അറിവില്ലാതെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവില്ല. അപ്പോൾ ഈ സ്വകാര്യ ഏജൻസികൾക്ക് പരീക്ഷ നടത്താനുള്ള അനുവാദം കൊടുക്കുന്നത് തന്നെ എന്ത് വിരോധാഭാസമാണ്? രാജ്യത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള മെഡിക്കൽ കോളേജുകളിലേക്ക് നടത്തുന്ന നീറ്റ്, ഇപ്പോൾ BDS ഉൾപ്പെടെ മറ്റ് ആയുഷ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്ക് നടത്തുന്ന നീറ്റ് പരീക്ഷ, സർക്കാർ തലത്തിൽ നടത്തുന്ന നീറ്റ് പരീക്ഷ നടത്താനുള്ള അവകാശം, അധികാരം കൊടുത്തിരിക്കുന്നത് സ്വകാര്യ ഏജൻസിക്ക്. ഇങ്ങനെയായാൽ എന്ത് ചെയ്യും? അപ്പോൾ സ്വകാര്യ ഏജൻസിക്ക് സ്വാഭാവികമായും താല്പര്യങ്ങൾ ഉണ്ടാവില്ലേ? ആ താല്പര്യങ്ങൾ വെച്ചാണ് അവർ ഇടപെടുന്നത്. ആ താല്പര്യങ്ങളുടെ ഭാഗമായാണ് കോടിക്കണക്കിനും ലക്ഷക്കണക്കിനും രൂപ മറിയുന്ന ഒരു ബദൽ വിദ്യാഭ്യാസ സംവിധാനം എന്ന നിലയിൽ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്ന ഇത്തരം കോച്ചിങ് സെൻറ്ററുകളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഇടപെടൽ. ഇപ്പോൾ ഈ കോച്ചിങ് സെൻറ്ററിൽ ചേർന്നാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പ്. നിങ്ങൾ പല പരസ്യങ്ങളും കേൾക്കാറുണ്ട്. ഇന്ന കോച്ചിങ് സെൻറ്ററിൽ ചേർന്നാൽ നിങ്ങൾക്ക് നീറ്റ് കിട്ടിയിരിക്കും. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പരസ്യം കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടാകുന്നത്? ഈ പരസ്യങ്ങൾ തന്നെ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ഒരു സ്വകാര്യ ഏജൻസിക്ക് അല്ലെങ്കിൽ സ്വകാര്യ കോച്ചിങ് സ്ഥാപനത്തിന് പറയാൻ കഴിയുക നിങ്ങൾക്ക് എന്തായാലും ഇത്ര റാങ്കിനുള്ളിൽ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണെന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? അത് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്ന് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പോലും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അഡ്വർടൈസിംഗ് എന്നൊക്കെ പറയാം. പക്ഷേ അങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന വിധത്തിലേക്ക് ഇതിലൊക്കെ ഇടപെടാൻ കഴിയും എന്ന് കരുതുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന മാഫിയകൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടേക്കണം. അപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം എന്നൊരു യാഥാർത്ഥ്യം കൂടെ നിലനിൽക്കുന്നുണ്ട് സഞ്ജീവ്. ഇപ്പം ഇതിലെ ഈ വിദ്യാർത്ഥികൾ ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്ന കാര്യത്തിൽ അവർ ഇതുവരെ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കുട്ടികൾക്ക് നമ്മൾ പറയുന്ന പോലെ അവരെ കോൺഫിഡൻസിനെ ഈ വിഷയമൊക്കെ ബാധിക്കില്ലേ സഞ്ജീവ? കാരണം എന്തുറപ്പാണ് ഇനിയും ഇക്കാര്യങ്ങളൊന്നും ആവർത്തിക്കില്ല എന്ന് വിശ്വസിപ്പിക്കാൻ? ഇപ്പോൾ പ്രതിഷേധം കടുപ്പിക്കുകയാണോ SFI? ഈ കാര്യത്തിൽ SFIയുടെ അടുത്ത നീക്കം എന്താണ്?
ഇപ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ട് ഒരു കോച്ചിങ് സെൻ്ററാണ് രാജസ്ഥാനിലെ കോട്ട. അവിടെ നിന്ന് സമാനമായിട്ടും പഠിച്ചിറങ്ങുന്ന ഈ കോച്ചിങ് സെൻ്ററുകളുടെ ഭാഗമായി പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മാഫിയകളുടെ സഹായങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് പലപ്പോഴുമായിട്ടുള്ള വാർത്തകൾ പല ഘട്ടങ്ങളിലായി വന്നിട്ടുണ്ട്. സമാനമായി ഈ കോച്ചിങ് സെൻ്ററുകളുടെ ഒരു ലോബിയും അതോടൊപ്പം തന്നെ മാഫിയകൾ രാജ്യത്തെമ്പാടും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പോലും ഒരു പരിധിവരെ പലയിടങ്ങളിലായി നമുക്കതിൻ്റെ ഉദാഹരണങ്ങൾ കാണാം. കഴിഞ്ഞ ദിവസമാണ് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കോച്ചിങ് സെൻ്റർ, സൈലം എന്ന് പറയും, കേരളത്തിലെ സർക്കാർ മാറ്റം ഉണ്ടായപ്പോൾ അവരുടെ പരസ്യവാചകത്തിൽ തന്നെ അതിനെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. രാഷ്ട്രീയവും കടത്തിവിടുന്നുണ്ട്, അവരുടെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ കോച്ചിങ് സെൻ്ററുകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ കൃത്യമായി കാണേണ്ടതുണ്ട്. ഇവർക്ക് കിട്ടുന്ന രാഷ്ട്രീയ സഹായത്തെ അന്വേഷിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ ഇടപെടണം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ SFI അഭിസംബോധന ചെയ്യും. ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള സമരം രാജ്യത്തെമ്പാടും SFI ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നലെ ഡൽഹിയിൽ ശക്തമായ സമരമുണ്ടായി, തിരുവനന്തപുരത്തുണ്ടായി. ഇന്ന് സംസ്ഥാന വ്യാപകമായും രാജ്യവ്യാപകമായും ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് SFI മാർച്ച് ചെയ്യുകയാണ്. NTA പിരിച്ചുവിടുക, അതോടൊപ്പം സംസ്ഥാനങ്ങളിലേക്ക് ഇതിൻ്റെ തിരികെ അധികാരം നൽകുക, സമഗ്ര അന്വേഷണം ഉണ്ടാവുക, അത് ജുഡീഷ്യൽ അന്വേഷണമായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ ഈ കഷ്ടപ്പാടിനെ വിദ്യാർത്ഥികൾ കേസിന് പോവുക, ആ ലോങ് പ്രോസസ്സിലേക്ക് എത്തി വീണ്ടും അവരുടെ അഡ്മിഷൻ ഡിലേ ആവുക, MBBS അഡ്മിഷൻ രാജ്യത്തെമ്പാടും ഡിലേ ആവുക, അക്കാദമിക് ഇയറിൽ ഡിലേ ഉണ്ടാവുക, ഇതൊക്കെ വിദ്യാർത്ഥികളെ തന്നെയാണ് ആത്യന്തികമായി ബാധിക്കുന്നത്. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ വീണ്ടും അവർക്ക് സ്ട്രെയിൻ ഉണ്ടാവുകയാണ്. അപ്പം ബാധിക്കപ്പെട്ടവർ തന്നെയാണ് വേട്ടയാടപ്പെടുന്നത്. ഇപ്പോൾ നീതി കിട്ടാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറഞ്ഞതുപോലെ എത്രത്തോളം വൈകുന്നു അവരുടെ അക്കാദമിക് ഇയർ അത്രത്തോളം പുറകോട്ട് പോകും, അവർക്ക് വർഷങ്ങൾ നഷ്ടപ്പെടും. ഇപ്പോൾ തന്നെ റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സും ഒക്കെ എഴുതിയ എക്സാംസ് ആണ്, അവരുടെ ബാച്ച് നഷ്ടം ഉണ്ടാകും. ഇതൊക്കെ അവർക്ക് ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കേസുകളുമായി ബന്ധപ്പെട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളെ എല്ലാ തരത്തിലും പിന്തുണയ്ക്കാനാണ് SFI ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികളെ നേരിട്ട് കാണാനും SFI തീരുമാനിച്ചിട്ടുണ്ട്. നേരിട്ട് കണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഏറ്റെടുക്കാനും SFI ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. അടിയന്തരമായി ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ് ഈ കാര്യത്തിൽ വേണ്ടത് എന്നുള്ളതാണ്. ശക്തമായ സമരം തുടരുമെന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, വളരെയധികം നന്ദി സഞ്ജീവ്, നമുക്കിപ്പം ജോയിൻ ചെയ്തതിന്. നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. തീർച്ചയായും നന്ദി. ഓക്കെ സഞ്ജീവ്, ശരി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ഇതിൽ നമ്മൾ മറ്റ് പല ഘടകങ്ങളും വിട്ടേക്കും. അതിലൊരു വലിയ പ്രശ്നമുണ്ട്. NDAക്ക് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നന്നായി കൊണ്ടുപോകാൻ കഴിയാത്ത എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. കാരണം ഇതിപ്പം ആദ്യമായിട്ട് തുടങ്ങിയതല്ല. ഈ സംഭവങ്ങൾ എത്രയോ വർഷങ്ങളായി നടന്നു വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വന്നു. പിന്നീട് NDA എന്ന് പറഞ്ഞൊരു സംഘം രൂപീകരിക്കുന്നു. അതിൽ ISRO ചെയർമാനെ അടക്കം നിർത്തിക്കൊണ്ട് ഒരു സമിതിയൊക്കെ രൂപീകരിക്കുന്നത് എല്ലാം കൊണ്ടുവന്നിട്ടും വീണ്ടും ചോദ്യപേപ്പർ ചോർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താവും ഒരു പരീക്ഷയെ നന്നായി നടത്താൻ NDAക്ക് കഴിയാത്ത എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. ഇതിലെന്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിക്കുന്നില്ല എന്നത് വരുന്നു. ഒരു പരീക്ഷയിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ആകെ അങ്ങ് റദ്ദാക്കി കളയുകയാണ്. അപ്പം ഈ 24 ലക്ഷം പിള്ളേർ, അവർ പഠിച്ച് പരീക്ഷ എഴുതിയ പിള്ളേരല്ലേ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കേണ്ട, ഇതിങ്ങനെ ചെയ്യാൻ എങ്ങനെ കഴിയുന്നു കേന്ദ്രത്തിന്, തുടങ്ങി പല ചോദ്യങ്ങളും നിലനിൽക്കുന്നു. എന്നതിനപ്പുറം ഏറ്റവും പ്രസക്തമായ ഒന്ന്, ഇനി വരുന്ന തലമുറ അവർക്കിതിനൊരു കോൺഫിഡൻസിനെ അവരെ ബാധിക്കില്ലേ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ 8ാം ക്ലാസ് 9ാം ക്ലാസ് തൊട്ട് നീറ്റ് പരീക്ഷയ്ക്കൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. അപ്പോൾ തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ടൊക്കെ എഴുതാൻ പറ്റുക. പിന്നെ മാത്രമല്ല, റിപ്പീറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാകും. അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളമേ ഈ വിഷയങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന് ഇവർക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയും? ഇവരുടെ ഒരു ആത്മവിശ്വാസത്തെ ഇതൊക്കെ ബാധിക്കില്ലേ? അതൊക്കെയാണ് ഉയരുന്ന വലിയ ചോദ്യങ്ങളും ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളും. ഒരു പ്രതികരണവും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. CBI അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഈ വിഷയത്തിൽ ഇതുവരെ മൗനമാണ്. അദ്ദേഹം മൗനം വെടിയുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് SFIക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു PS സഞ്ജീവ്.